ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 ഒരു ചൈനീസ് മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി കോഫിൻ ഇൻ ദ മൗണ്ടെയിൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ 2 മിസ്റ്ററി ത്രില്ലർ മൂവീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ മൂവിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിലും കുറച്ചുകൂടി ഡോസ് കൂടിയായിട്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മൂവി തുടങ്ങി അവസാനം വരെയും ടെസ്റ്റ് ഇതല്ലാതെ വേറൊന്നും പറയാനുണ്ടാവത്തില്ല. അതുപോലെ 2015 ഈ മൂവി തിയേറ്ററിൽ റിലീസ് ചെയ്തത്. അതിനു മുന്നേ ഫിലിം ഫെസ്റ്റിവലിനാണ് ഈ മൂവി കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഹൈപ്പ് കൊടുത്ത് വെറുതെ സമയം കളയുന്നില്ല. അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് മൂവീസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ആ ഒരു ലൈക്കും അതേപോലെ തന്നെ മറക്കാതെ ഈ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഓക്കെ, സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഈ മൂവി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളും ആരാണ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ അവസാനം കുറച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ മൂവി കണ്ടു തീർക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രമാണ് ഈ കഥയുടെ തുടക്കത്തിൽ ലീൻ എന്ന് പറഞ്ഞൊരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കാണ്. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം വെച്ച് റെഡിയാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ കാണിച്ചല്ലോ ആ പെണ്ണിന്റെ ഭർത്താവിനെ കാണിക്കുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ ഒരു കാറിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ കാറിന് വെളിയിൽ നിന്നും ഒരാൾ ഒരു കല്ലെടുത്ത് അയാൾ ഇടിക്കാനായിട്ട് കൈയിലെ ഓങ്ങുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സാമിനെയാണ്. അപ്പോൾ ഈ ചൈനീസ് പേരായതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ചില പേരുകളായിരിക്കും ഞാൻ ചേർക്കാൻ പോകുന്നത്. അങ്ങനെ സാം തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ സാമിന്റെ അച്ഛൻ ഈ ഗ്രാമത്തിലെ തലവനാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അച്ഛനും മകനുമായിട്ട് അത്ര നല്ല അടുപ്പത്തിലല്ല. രണ്ടുപേരും പരസ്പരം അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാം വീടിനകത്തേക്ക് കയറിയിട്ട് അവന്റെ അമ്മയെ കണ്ട് സംസാരിക്കുന്നു. അപ്പോഴാണ് അവന്റെ അമ്മ ചോദിക്കുന്നത്, അല്ല സാം, എന്തു പറ്റി പെട്ടെന്ന് വീട്ടിലേക്ക്? സിറ്റിയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് നിന്നവൻ പെട്ടെന്ന് എന്തിനാ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മ, വെറുതെ അമ്മയെ കാണുമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അവന്റെ അമ്മ പറയുന്നത്, ഓക്കെ, എന്തായാലും നീ വന്നത് നല്ല കാര്യം. ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ ഒരാളുടെ ഫ്യൂണറൽ നടക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോകാൻ പോകുന്നു. നീയും റെഡിയായിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞ് അവന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ സാമിന്റെ അച്ഛനെ കാണിക്കുകയാണ്. അയാൾ ഈ ഗ്രാമത്തിലെ തലവനായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് മെഡലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതെല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു നിമിഷം ഇങ്ങനെ നോക്കി കുറച്ച് അഭിമാനം കൊണ്ടിട്ട് അത് കഴിഞ്ഞ് റെഡിയായി രണ്ടുപേരും വീടിന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് അയാളുടെ ഭാര്യ പറയുന്നത്, അല്ല, ഒരു നിമിഷം നിൽക്കണേ, നമ്മുടെ മകൻ സാം നിങ്ങളെ വണ്ടിയിൽ കൊണ്ടാക്കും, നടന്നു പോണ്ടാന്ന് പറയുമ്പോൾ അയാൾ പറയും, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് 2 കൈയും കാലും ഉണ്ട്, ഞാൻ നടന്നു തന്നെ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് ആ സീൻ കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുന്നത് ഈ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്താണ്. അവിടെ ലീൻ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ അടുത്തേക്ക് ബോഷൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചതാണ്. എന്നിട്ടാണ് ഈ രീതിയിൽ ഒരു ബന്ധം ഇവർ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ അവരോട് കുറച്ചു നേരം സംസാരിച്ച് ഈ ബോഷൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ അവിടെ നിന്ന് നേരെ ഹാൻ എന്ന് പറഞ്ഞൊരു പെണ്ണും അവളുടെ സുഹൃത്തോടെ ഇരിപ്പുണ്ട്. നേരെ ഹാൻ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ അടുത്തേക്ക് വന്ന് അവളോട് നല്ലതുപോലെ വഴക്കിടുന്നു. ഇപ്പൊ അവൻ വന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇതിനു മുന്നേ എൻ്റെ ഒരു ബന്ധു മരിച്ചിട്ട് നീ അവിടേക്ക് വന്നില്ല, ഇപ്പൊ ഈ മരണത്തിന് നീ വന്നേക്കുന്നു, എന്താണ് ഇന്നും പറഞ്ഞിട്ട് അവളോട് വഴക്കിടുമ്പോൾ എല്ലാവരും വന്നിട്ട് അയാളെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഹാനും നല്ലതുപോലെ തന്നെ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ ഹാൻ എവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ബോഷൻ പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും എൻ്റെ കൈ കൊണ്ടായിരിക്കും നിനക്ക് മരണം എന്നെല്ലാം ഈ ദേഷ്യത്തിൽ അയാൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇതെല്ലാം കേട്ട് ഹാൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവിടേക്ക് വന്ന ഹീറോ സാം ഉണ്ടല്ലോ അവളെ കണ്ടൊരു വല്ലാത്ത രീതിയിൽ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാമത്തെല്ലാം ഉണ്ടല്ലോ അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. മരിച്ചുപോയ ആള് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നെല്ലാം മരിച്ചുപോയ അയാളെ പറ്റി നല്ലതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അയാൾ മരിച്ചത് എങ്ങനെയാണെന്നും കൂടി പറയുന്നുണ്ട്. കാടിനകത്ത് നല്ലതുപോലെ മദ്യപിച്ച് അവിടെ പോയിരുന്ന് സിഗരറ്റ് വലിച്ചു. അങ്ങനെ ഈ കരിയിലെല്ലാം കത്തി അങ്ങനെ തീ പിടിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാം ഉണ്ടല്ലോ ഈ ഫ്യൂണറലെല്ലാം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് വന്ന സാം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ അച്ഛൻ്റെ ആ ഒരു മെഡലുകളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ വന്നിട്ട്, മോനെ, നീ ഇത് തൊടുന്നത് കണ്ടാൽ തന്നെ നിന്റെ അച്ഛനെ ഇഷ്ടപ്പെടത്തില്ല എന്നെല്ലാം പറയുമ്പോൾ സാം ഇത്തിരി ദേഷ്യപ്പെട്ട് അവന്റെ അച്ഛനെ പറ്റി തെറ്റായുള്ള കാര്യങ്ങൾ പറയും. ഇത് കേട്ട ഹീറോയുടെ അമ്മ, ഓ, എന്റെ ഭർത്താവിനെ പറ്റി തന്നെ നീ പറയുന്നു എന്ന് പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നതും ആ ദേഷ്യത്തിന് സാം അതിലൊരു മെഡൽ എടുത്ത് പോക്കലിൽ വെച്ചേക്കും. ഇവിടെ ആ ഒരു ഫ്യൂണറൽ നടക്കുന്ന വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും സാമിന്റെ അച്ഛൻ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇവരെല്ലാവരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലെ നമ്മുടെ സാം ഇപ്പോൾ റൂമിലിരുന്ന് ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ അവന് ഫുഡ് കൊണ്ടുവന്നു എടുത്തിട്ട്, എന്തു പറ്റി, കുറെ നേരമായല്ലോ ഫോണിലിങ്ങനെ നോക്കുന്നു, വല്ല ഗേൾ ഫ്രണ്ടും സെറ്റായോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഇത് കാണുന്ന സാമു പറയും, ശരിയമ്മ, ഞാൻ എന്തായാലും സിറ്റിയിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അവന്റെ അമ്മ വല്ലാത്ത രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. അതേസമയം ഈ ഗ്രാമത്തിൽ മറ്റൊരിടത്ത് ഹാൻ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ
രാവിലെ ആ ഫ്യൂണറലിൽ വെച്ച് വഴക്കുണ്ടാക്കിയ അവളിപ്പോ ഫോൺ നോക്കിക്കൊണ്ട് ഒരു കടയുടെ മുന്നിലൂടെ അടുത്തുള്ള കാടിനകത്തേക്ക് തന്നെ നടന്നു പോവാണ്. ആ കട നടത്തുന്ന ഓണർ ഈ കാര്യങ്ങളെല്ലാം കടയിൽ നിന്ന് കാണുന്നുണ്ട്. അതേസമയം വീട്ടിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ ഹീറോ ആണെങ്കിലോ അവനും നേരെ ആ കാടിനകത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഹാൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവൻ കാണുകയും ചെയ്യുന്നു. ചെന്നുടനെ നമ്മുടെ സാം അവളെ കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്നല്ല ചോദിക്കുമ്പോൾ വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും പ്രണയിക്കുകയാണ്. അതുപോലെ ഹാൻ ആണെങ്കിലോ നല്ല ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ സാം അവൾക്ക് ഗിഫ്റ്റ് എല്ലാം വാങ്ങിക്കൊടുത്ത് വെറുതെ ദേഷ്യപ്പെടാതെ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടു വന്നാണെന്നെല്ലാം പറയുമ്പോൾ അവിടെയാണ് ആ ഒരു പെണ്ണൊരു കാര്യം പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേൾക്കുന്ന സാമിന് എങ്ങനെയുണ്ടാവും, ഇതെങ്ങനെയാ സംഭവിച്ചെന്നല്ല ചോദിക്കുമ്പോൾ കഴിഞ്ഞ തവണ നീ ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ 2 തവണ കണ്ടുമുട്ടിയിരുന്നു, അതിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സാമ് ചോദിക്കും, അല്ല ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവരുടെ അടുത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ സാമു പറയും, ആരവിടെ വിളിച്ചിരിക്കുന്നേ? വെളിയിലേക്ക് വരാൻ പറയുമ്പോഴത്തേക്കും മരത്തിനടുത്ത് നിന്ന് ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ അവൻ പതിയെ ഹീറോയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അവനും ഈ ഗ്രാമത്തിലുള്ള ഒരുത്തൻ തന്നെയാണ്. അവന്റെ പേര് ബയ്യു എന്നാണ്. ഇത് കണ്ട സാമു, ഏയ് ബയ്യു നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച എല്ലാ കാര്യവും ഞാൻ കേട്ടു. ഇപ്പോൾ നമുക്കൊരു ഡീല് സംസാരിക്കാം, എനിക്കൊരു 10,000 രൂപ താ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ഞാൻ ആരോടും പറയത്തില്ല, ഇല്ലാന്നാണെങ്കിൽ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ സാമു പറയും, ഒരു പൈസ പോലും നിനക്ക് തരാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ, ശരി ഞാനിത് നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ തിരിയുന്നതും സാമു അവന്റെ പുറകെ ചെന്നിട്ട് അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ രണ്ടുപേരും പിടിയും വലിയാവും. അങ്ങനെ ഇത് കണ്ട ഹാൻ ഓടി വന്ന് ഇവരെ തടയുമ്പോഴത്തേക്കും ബയ്യു അവളെ പിടിച്ചൊരു ഒറ്റത്തള്ള്. ഈ ദേഷ്യത്തില് നമ്മുടെ സാമ് ബയ്യുവിനെ പിടിച്ചൊരു ഒറ്റത്തള്ള്. എന്നിട്ട് ഓടി ഹാനിന്റെ അടുത്തേക്ക് വന്ന്, ഏയ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നതും പിന്നീട് കാണിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ബൈക്ക് കൊടുത്ത് ഈ ഗ്രാമത്തിൽ നിന്ന് നേരെ സിറ്റിയിലേക്ക് പോകുന്ന കാര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവർ രണ്ടുപേരും സിറ്റിയിലൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇപ്പൊ ഹാൻ ചോദിക്കുന്നുണ്ട്, ഇല്ല നമ്മൾ രണ്ടുപേരും എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവം അങ്ങനെയല്ലേ, അതുപോലെ നീ പ്രഗ്നന്റ് കൂടിയാണ്, അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ഗ്രാമത്തിലേക്ക് പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് എന്തായാലും കുറച്ച് പണം ഞാൻ അറേഞ്ച് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ സാം അവന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാൻ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവൾ നേരെ ബാത്റൂമിനകത്തേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് ഇരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും താഴെ എന്തോ ഒരു കാര്യം കണ്ട് അവിടെയുള്ള ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ അടിയിൽ തുടയ്ക്കുന്നുണ്ട്. അപ്പോഴേ സാം വെളിയിലേക്ക് വന്നിട്ട്, അല്ല ഹാൻ നിനക്ക് എന്തെങ്കിലും വേണോ, ഞാൻ വെളിയിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ ഇല്ല ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് സാം വെളിയിലേക്ക് വന്ന് ഒരു റീചാർജ് കൂപ്പൺ വാങ്ങുമ്പോൾ 1 രൂപ കുറവുണ്ട്. അതിപ്പോൾ തപ്പിയെടുക്കാൻ വേണ്ടി തൻ്റെ പോക്കറ്റിലെല്ലാം കൈയിട്ട് അവസാനം ആ 1 രൂപ കണ്ടുപിടിച്ച് കടക്കാരൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. വീട്ടിൽ നിന്ന് അവൻ്റെ അച്ഛൻ്റെ ഒരു മെഡല് സാം എടുത്ത് പോക്കറ്റിലിട്ടിരുന്നല്ലോ, ഇപ്പൊ ആ മെഡൽ അവന്റെ പോക്കറ്റിൽ കാണാനില്ല. പോക്കറ്റിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും എവിടെയും കാണാൻ കഴിയുന്നില്ല. അതുപോലെ റൂമിലേക്ക് വന്നിട്ട് ഹാനിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതുപോലെ ഒരു മെഡൽ നീ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുമില്ല ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പോഴാണ് അവൻ പണം ചോദിച്ചല്ലോ ആ ഒരാൾ അവനെ വിളിച്ചിട്ട് പണം റെഡിയാന്നുള്ള കാര്യം പറയുന്നതും ഇപ്പോൾ സാം ഹാനിനോട് പറയും, ശരി നമുക്ക് പണം റെഡി ആയിട്ടുണ്ട്, നാളെ എന്തായാലും ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴത്തേക്കാണ് അന്ന് രാത്രി ആ കാടിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് സാം ആലോചിച്ച് നോക്കുന്നത്. ഇതുപോലെ ഹാനിനെ പിടിച്ച് അവൻ തള്ളുമ്പോഴത്തേക്കും സാം അവനെ പിടിച്ച് തള്ളിയല്ലോ. അപ്പോൾ അവൻ നേരെ ഒരു മരത്തിന്റെ കമ്പിലേക്ക് വന്ന് തലയിടിച്ച് അവൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഇപ്പോൾ വേറെ വഴിയില്ല, ഇതെന്തായാലും മറിച്ചേ മതിയാവോ, അതുകൊണ്ട് തന്നെ അവന്റെ ശരീരം അവിടെയുള്ള ഈ ഒരു കരിയിലുണ്ടല്ലോ അതെല്ലാം വാരി അവന്റെ ശരീരം മുഴുവനായിട്ട് ഇങ്ങനെ മൂടിയിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോവായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മുടെ സാം ആലോചിച്ചിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഹാൻ ഉണ്ടല്ലോ അവളിപ്പോൾ ഹീറോയോട് ഒന്നും പറയാതെ അവൾക്ക് വയറ് നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. വയറിൽ കൈ വെച്ചിട്ട് മിണ്ടാതെ തന്നെ അങ്ങനെ കിടക്കാണ്, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ സാം വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഇവൾ അടുത്തുള്ള ഒരു ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് ഈ പാഡ് ഉണ്ടല്ലോ അത് വാങ്ങിക്കുകയാണ്. ഇതെങ്ങനെ ശരിയാവും, സത്യത്തിൽ ഹാൻ പ്രഗ്നന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഗ്നന്റ് ആയ ഒരാൾക്ക് ഒരിക്കലും പീരിയഡ്സ് ആവത്തില്ല. ഇപ്പോൾ ഇവൾക്ക് പാഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും പ്രഗ്നന്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹാൻ സാമിനോട് പറഞ്ഞത് കള്ളമാണ്, അവൾ ഒരിക്കലും പ്രഗ്നന്റ് അല്ല. അങ്ങനെ ഹാൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഭൂഷൺ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ പെട്ടെന്ന് ഓടി വന്ന് ഹാനെ പിടിച്ചിട്ട്, അല്ല വീട്ടിൽ പറയാതെ നീ ഇത്രയും നാൾ എവിടേക്കാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അവന്റെ പിടിവിട്ട് ഓടി അങ്ങ് പോകുന്നുണ്ട്. അതുമല്ല ഭൂഷന്റെ മുഖമൊക്കെ ആണെങ്കിലും മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവന് പരിക്ക് പറ്റിയെന്നുള്ള കാര്യം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും മനസ്സിലാകാം. അപ്പൊ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആ കാര്യം നമ്മുടെ സാമ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അന്ന് തിരിച്ച് റൂമിലേക്ക് വന്ന ഹാൻ ഉണ്ടല്ലോ അവൾ അവളുടെ ഫോൺ എവിടെയാണെന്ന് നോക്കുമ്പോൾ എവിടെയും കാണാനില്ല. അതുമല്ല അന്നത്തെ ദിവസം സാം ഒരിക്കലും റൂമിലേക്ക് വരത്തില്ല, അന്ന് രാത്രി മുഴുവനായിട്ട് അവൾ അവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഇപ്പൊ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഹാൻ ചോദിക്കും, കഴിഞ്ഞ രാത്രി എന്നെ വിട്ടിട്ട് നീ എവിടെയാ പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം കാണാതെ പോയിട്ടുള്ള അവളുടെ ഫോൺ എടുത്ത് ടേബിളിൽ വെക്കുന്നു.
അപ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് പോയത് ഹീറോ ആയിരുന്നു. അതുമല്ല ഹീറോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ബോഷൻ എങ്ങനെ അറിയാം നീ ഇവിടെ ഉണ്ടെന്ന്, അവനോട് എന്താ നീ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹാൻ പെട്ടെന്ന് സാമിനോട് ചോദിക്കും, ഓ നീ എന്നെ സംശയിക്കാണോ? ഞാൻ കടയിലൊരു സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവനെ കണ്ടു, സംസാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അതുമല്ല അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, വീട്ടിലെ എല്ലാവരും എന്നെ അന്വേഷിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സാം ചോദിക്കും, ഓക്കെ ശരി നാളെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവാണ്, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഹാൻ പ്ലേറ്റ് മാറ്റും. എന്നിട്ട് അവൾ പറയും, ഒരിക്കലും എനിക്ക് വരാൻ കഴിയത്തില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ അന്വേഷിക്കുകയാണ്, അവരെ വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയത്തില്ല. ദേ നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്, നിനക്കോ അച്ഛനും അമ്മയുണ്ട്, നമ്മുടെ ഗ്രാമത്തിലാണെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് വന്നു, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പേടിച്ച് കഴിയാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല, നമുക്ക് എന്തായാലും തിരിച്ചു പോയിട്ട് പോലീസിനോട് കാര്യങ്ങളെല്ലാം പറയാം, ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ സാമിൻ്റെ അമ്മ അവനെ വിളിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ സാമിനുള്ള പേടി എന്താണെന്ന് വെച്ചാൽ ഇവൻ ആ മെഡൽ എടുത്തുകൊണ്ട് വന്നല്ലോ, അത് കൊല നടന്ന ആ സ്ഥലത്ത് വീണ് കാണും. അങ്ങനെയാണെങ്കിൽ പോലീസ് അവിടെ വന്ന് കണ്ടുപിടിച്ചിട്ട് ഇനിയിപ്പോൾ അവൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യോ എന്നുള്ള പേടിയിൽ സാം ഇപ്പോൾ അവൻ്റെ അമ്മയോട് ചോദിക്കും, അല്ലമ്മ അച്ഛനെവിടെയെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛനോ ദേ വീടിന് പുറകിൽ ഏതോ റൂം സിമരിട്ട് തേക്കുവാണ്. അല്ല പെട്ടെന്ന് എന്താ അച്ഛനെ പറ്റിയെല്ലാം ചോദിക്കാനായിട്ട്, സാധാരണ നീ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ സാം ഹാനോട് പറയും, ശരി നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്രാമത്തിലേക്ക് പോയിട്ട് പോലീസിനോട് എല്ലാ കാര്യവും പറഞ്ഞ് സറണ്ടർ ആവാം, നീ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് നീ എന്തായാലും ഈ കേസിലേക്ക് വരണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സറണ്ടർ ആവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു സ്കൂട്ടറും എടുത്ത് തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് കുറേ ദൂരം വന്നിട്ടാണ് ഇപ്പോൾ സാം അവളെ അവിടെ നിർത്തിയിട്ട്, ശരി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകേണ്ട, പ്രശ്നമാവും, ഞാൻ എന്തായാലും വണ്ടിയിൽ പോവാം, നീ ഇവിടെ നിന്ന് നടന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് മുന്നിലേക്ക് പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഇവർ കൊന്നല്ലോ ബയ്യു എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ, അവൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പം ആ ഒരു ശവപ്പെട്ടിയും കൊണ്ട് ഈ ഗ്രാമം മുഴുവൻ ഇങ്ങനെ നടക്കാനായിട്ട് ആളുകൾ പോവും. അതിങ്ങനെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് ചെന്നിട്ട് അതിലൊരുത്തനോട് ഒന്നും അറിയാത്തതുപോലെ, അല്ല ഇതെന്തു പറ്റി, ആരാ മരിച്ചത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, നമ്മുടെ ബയ്യു അല്ലേ അവൻ മരിച്ചുപോയി, അവൻ്റെ ശരീരമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുക, അല്ല എങ്ങനെ മരിച്ചു എന്നറിയാത്തതുപോലെ ചോദിക്കുമ്പോൾ അയാൾ പറയും, അവൻ കുടിച്ചിട്ട് കാടിനകത്തേക്ക് കയറി അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക എന്തേ ചെയ്തു, അങ്ങനെ ആ സ്ഥലം മുഴുവൻ തീ പിടിച്ചാണ് അവൻ മരണപ്പെട്ടത് എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇവിടെയാണ് ഹീറോ ചിന്തിക്കുന്നത്, ചേട്ടാ ഇവർ കൊന്നിട്ട് പോകുമ്പോഴത്തേക്കും ഇവരൊരിക്കലും ആ സ്ഥലത്ത് തീയൊന്നും ഇട്ടിരുന്നില്ല, അവന്റെ ശരീരത്തിൽ ഇതുപോലെ കരിയില വാരി കൂട്ടിയിട്ടിട്ട് പോയി ആരും കാണാതിരിക്കാൻ വേണ്ടി, പിന്നെ എങ്ങനെ ഇവൻ തീ പിടിച്ച് മരിച്ചു എന്ന് എല്ലാവരും പറയുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്കുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ സാമും ഹാനും നഗരത്തിലേക്ക് പോയിട്ട് ആ റൂം എടുത്ത് കഴിഞ്ഞ 2 ദിവസം ഉണ്ടല്ലോ, ആ 2 ദിവസം ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ സീൻ തുടങ്ങുന്നത് വേറെ എവിടെ നിന്നല്ല, ഹാൻ ഫോണും നോക്കിയിട്ട് ആ ഷോപ്പിന് മുന്നിലൂടെ കാടിനകത്തേക്ക് നടന്നു പോയല്ലോ, അവിടെ മുതലാണ്. ഇപ്പൊ ആ ഷോപ്പിനകത്ത് ആ ഒരു കടക്കാരനും അതേപോലെ തന്നെ ബോഷൻ എന്ന് പറഞ്ഞിട്ട് ഹാനോട് വഴക്കുണ്ടാക്കിയല്ലോ, അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ബോഷൻ ഈ കടയിൽ എന്തോ കാര്യം വാങ്ങാനായിട്ട് വന്നതാണ്. അങ്ങനെ കടക്കാരൻ ഓക്കെ സമയം ഞാൻ ഷോപ്പ് മൂടാൻ പോകണമെന്ന് പറയുന്നതും ബോഷൻ പെട്ടെന്ന് കടയിൽ നിന്നിറങ്ങി ഹാൻ ഉണ്ടല്ലോ അവളുടെ പിറകെ തന്നെ നടന്നു പോകും. ഈ കാര്യം നമ്മുടെ കടക്കാരൻ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പോയ ബോഷൻ ഉണ്ടല്ലോ അവൻ നേരെ പോകുന്നത് ലീൻ എന്ന് പറഞ്ഞിട്ട് ലേഡിയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് ഇവർ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ലീൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് അവൾക്കൊരു ഭർത്താവും ഉണ്ട്, അതേപോലെ തന്നെ ഒരു കുട്ടിയുണ്ട്. ബോഷനും വെറുതെ ആണോ, അവനും കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യയും കുട്ടിയുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു അഫെയറിലാണ് ഉള്ളത്. ലീനിന്റെ ഭർത്താവാണെങ്കിൽ ഗ്രാമം വിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് പോയേക്കാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴേ തിരിച്ചു വരത്തുള്ളൂ. സോറി, ബോഷന് കുട്ടികളില്ല, അവന്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. അതുപോലെ ഈ റൊമാൻറ്റിക് എല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ലീൻ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എപ്പോഴും കുടിച്ചിട്ട് എന്നെ ഒന്നിങ്ങനെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം അവൾ വിഷമത്തോടെ പറയുമ്പോൾ ബോഷൻ പറയും, ദേ ഇത് നോക്ക്, നിന്റെ ഭർത്താവ് നല്ലതുപോലെ കുടിക്കുന്ന ഒരാളാണെന്ന് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നമുക്ക് അവനെ കൊന്ന് അവന്റെ ശരീരം കാടിനകത്ത് കൊണ്ടുപോയി കത്തിക്കാം. ഇപ്പോൾ നാട്ടുകാർ വിചാരിക്കും അവൻ കുടിച്ചിട്ട് കാടിനകത്തേക്ക് പോയി അപകടം സംഭവിച്ച് മരണപ്പെട്ടതാണെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീൻ പെട്ടെന്ന് അതിനെ സമ്മതിക്കാതെ, ശരി നീ എന്തായാലും ഇവിടെ നിന്ന് പോയിക്കോ, എൻ്റെ ഭർത്താവ് വരാണ്ട് സമയമായി, നമുക്കത് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് അടുത്തുള്ള കാടിനുള്ളിലൂടെയാണ് നടന്നു പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സമയത്താണ് നമ്മുടെ സാമും ഹാനും കൂടി ചേർന്ന് ബയ്യുവിനെ കൊന്നിട്ട് ഈ ഗ്രാമം വിട്ട് വെളിയിലേക്ക് പോകുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇവനും ഈ കാടിനകത്തൂടെ നടന്നു വരുന്നതും. അങ്ങനെ കാടിനകത്ത് കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇവന് പ്രത്യേകിച്ച് ആരെയും കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ അവിടുന്ന് നടന്നങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസം ലീനിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ വീട്ടിലെ കഥയിൽ ആരോ പോകാൻ തട്ടുന്നു. അവൾ കഥക് തുറക്കുമ്പോൾ ഇതുപോലെ ഗ്രാമതലവൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞേ. അവൾ എവിടേക്കോ വിളിച്ചോണ്ട് പോവാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള കാടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ഒരു ഡെഡ് ബോഡിയും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ലീൻ നേരെ ഗ്രാമത്തലവന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ്
അവിടെ നമ്മുടെ ബോഷനെ ഗ്രാമത്തലവൻ പിടിച്ചു വെച്ചേക്കുന്നു. അതുപോലെ അവനെ നല്ലതുപോലെ അടിച്ചിട്ടുണ്ട് അവരെല്ലാവരും. അപ്പോഴാണ് ഗ്രാമത്തലവൻ നേരെ ലീനിനടുത്തേക്ക് വന്നിട്ട്, ഓക്കെ, ഞാൻ നിന്നോട് ഇപ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രമേ പറയണമെന്ന് പറഞ്ഞിട്ട് അവളോട് ഇപ്പോൾ ചോദിക്കും. ശരി, ഇന്നലെ രാത്രി ബോഷൻ നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ലീൻ പെട്ടെന്ന് പറയും, ഇല്ല, അവൻ എന്നോടൊപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ബോഷൻ പെട്ടെന്ന്, എന്റെ പൊന്നു മോളെ, കള്ളം പറയരുത്, സത്യം മാത്രം പറഞ്ഞു, ഇത് വലിയൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇവിടെ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കടക്കാരനുണ്ടല്ലോ, അയാൾ ഒരിടത്ത് നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഗ്രാമത്തലവൻ ലീനിനെ ഒരിടത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? ഇന്നലെ രാത്രി കാടിനകത്ത് നിന്നും കത്തി കരഞ്ഞ അവസ്ഥയിൽ ഒരാളുടെ ശരീരം കിട്ടിയിട്ടുണ്ട്. അതുമല്ല, ഹാൻ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ 2 ദിവസമായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ കാണാനില്ല. അവളുടെ ശരീരമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സംശയിച്ച് ബോഷിനെ ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. കൂടാതെ ഇവൻ 2 ദിവസം മുന്നേ അവളെ കൊല്ലുമെന്ന് പബ്ലിക്കായിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇവനെ പിടിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞത് ഇന്നലെ രാത്രി അവൻ നിന്നോടൊപ്പം നിന്റെ വീട്ടിലായിരുന്നെന്നാണ്. അത് സത്യമാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിപ്പിച്ചതെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹാൻ എന്ന് പറഞ്ഞ ആ പെണ്ണ് നമ്മുടെ സാമിനോടൊപ്പം ഈ ഗ്രാമം വിട്ട് പട്ടണത്തിൽ 2 ദിവസം താമസിക്കുകയായിരുന്നു. അതുമല്ല, എരിഞ്ഞുപോയ അവസ്ഥയിൽ ഇവർ കണ്ടുപിടിച്ച ശരീരമുണ്ടല്ലോ, അതിന്റെ മുഖം വ്യക്തമാവുന്നില്ല. കാരണം മുഖമല്ല, അറിയാത്ത രീതിയിലാണുള്ളത്. അതുമല്ല, ഹാനിനെ കാണാത്തത് കൊണ്ട് അവളെ ആയിരിക്കും ഇവൻ കൊന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ബോഷനെ ഇവർ പിടിച്ചിങ്ങനെ ഇടിക്കുന്നത്. അപ്പോഴും ലീൻ സത്യം പറയാതെ അവൾ പറയും അവൻ എന്നോടൊപ്പം ഇല്ലായിരുന്നെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ലീൻ അവിടെ നിന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ 2 പേരും അവളെ തടഞ്ഞു വെച്ചിട്ട് ബയ്യോ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, നമ്മുടെ ഹീറോ കൊന്ന അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ലീൻ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ 2 പേരും അവിടേക്ക് പോകുന്നതും ലീൻ ഇപ്പോൾ തിരിച്ച് വീടിനകത്തേക്ക് നടന്നു കയറുമ്പോൾ അപ്പോഴേക്കാണ് പെട്ടെന്ന് വീടിൻ്റെ ഡോറ് വേറെ ആരോ എന്നെ തട്ടുന്നു. ലീൻ വന്ന് പിന്നെ കഥ തുറക്കുമ്പോഴത്തേക്കും ഒരു കണ്ണാടിയെല്ലാം വെച്ചിട്ടൊരു അപ്പൂപ്പൻ അയാൾ വന്ന് ഇതുപോലെ ലീനിനോട് പറയും, ലീൻ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഒരിക്കലും പേടിക്കരുത്, വിഷമിക്കരുത്. കാട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ അവസ്ഥയിലൊരു ശരീരം നമുക്ക് കിട്ടിയില്ലേ, അത് ഹാൻ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ അല്ല. പരിശോധനയ്ക്ക് ശേഷം മനസ്സിലായത് അത് നിന്റെ ഭർത്താവിൻ്റെതാണെന്നാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കാതെ നീ പെട്ടെന്ന് അവിടേക്ക് വരണം എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നങ്ങ് പോകുന്നു. ഇതെന്താണ് ടെസ്റ്റോട് ടെസ്റ്റ് എന്നല്ലേ, കഴിഞ്ഞിട്ടില്ല, ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലീൻ നേരെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ഡെഡ് ബോഡി എങ്ങനെയാണ് നമ്മുടെ ലീനിന്റെ ഭർത്താവിൻ്റെതാണ് എന്നിവർ കണ്ടുപിടിച്ചതെന്നല്ലേ. അവന്റെ ശരീരത്തിൽ നിന്ന് ഇവർ പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഡെഡ് ബോഡി ഇവർ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നൊരു പേഴ്സ് ഇവർക്ക് കിട്ടിയിരുന്നു. അതിലുള്ള ID കാർഡ് ലീനിന്റെ ഭർത്താവിന്റെ ID കാർഡാണ്. അങ്ങനെയാണ് ഇത് ലീനിന്റെ ഭർത്താവിൻ്റെതാണ് എന്നവർ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ കാര്യം കൂടി മനസ്സിലാക്കുന്നത് നമ്മുടെ ലീൻ ഇപ്പോൾ പെട്ടെന്ന് കരയാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടേക്ക് വന്ന് കൂടി. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബോഷനും ഉണ്ട്. ഇപ്പൊ അവൻ തെറ്റുകാരനാണെന്നും പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും അവനെ പിടിച്ചിട്ട് ഇടിച്ചത്. അതല്ല, ഇപ്പൊ കിട്ടിയ ശരീരം അവളുടെ ഭർത്താവിൻ്റെതാണെന്ന് കൂടി അറിയുമ്പോഴത്തേക്കും ബോഷനെ അവർ വിടുകയും ചെയ്തു. അങ്ങനെ ഇവിടെ നമ്മുടെ ലീനാണെങ്കിലോ നല്ലതുപോലെ തന്നെ കരഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ശരീരം ആ ശവപ്പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് എനിക്ക് തന്നോ, ഞാൻ കൊണ്ടുപോയി അടക്കം ചെയ്യാന്ന് പറയുമ്പോൾ അവളുടെ പിറകെ വന്ന ആ ഒരു കടക്കാരനുണ്ടല്ലോ, അയാൾ വന്നിട്ട്, ലീൻ, നീ ഒട്ടും വിഷമിക്കേണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, നീ നേരെ വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ ഭർത്താവിൻ്റെ ശരീരം ശവപ്പെട്ടിയിലാക്കി ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന ലീനുണ്ടല്ലോ, അവൾ പെട്ടെന്ന് തന്നെ ബോഷനെ വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരും സംസാരിക്കുമ്പോഴത്തേക്കാണല്ലോ ബോഷൻ പറയുന്നത് ഇതുപോലെ നിന്റെ ഭർത്താവ് കുടിക്കുന്ന ഒരാളാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാതുകൊണ്ട് നമുക്ക് അവനെ കാടിനകത്തേക്ക് കൊണ്ടുപോയി കൊല്ലാന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ബോഷനെ അവൾ വിളിക്കുന്നത്. പക്ഷേ ബോഷനാണെങ്കിലോ അവളാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഫോൺ എടുക്കത്തില്ല. കാരണം ഇതിനു മുന്നേ അവളുടെ വീട്ടിലാവൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവളൊരു കള്ളം പറഞ്ഞതേ ഉള്ളൂ. ആ ദേഷ്യത്തിൽ ബോഷൻ ഒരിക്കലും ഫോൺ എടുക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബോഷൻ അവൻ്റെ വീട്ടിലേക്ക് വന്ന ഡോറിന് തട്ടുമ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള അവൻ്റെ ഭാര്യ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഇന്നലെ രാത്രി മുഴുവൻ അവളുടെ വീട്ടിൽ പോയി കിടന്നിട്ട് ഇപ്പൊ അവസാനം തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നിരിക്കുന്നു, നിങ്ങൾ ഒരിക്കലും വീട്ടിലേക്ക് കയറണ്ടെന്നും പറഞ്ഞ് അവന്റെ ഭാര്യ ഒരു ഭദ്രകളായിട്ട് മാറി അവനെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. അതേസമയം ഇവിടെ ലീനിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ കടക്കാരനുണ്ടല്ലോ, അയാളിപ്പോ ശവപ്പെട്ടിയായിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഇറക്കുന്നു. ഇപ്പൊ ഈ കടക്കാരൻ ലീനിനോട് നല്ലതുപോലെ സംസാരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഈ കടക്കാരനും ലീനിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ ഒരു ഗ്യാപ്പിൽ കറക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ കടക്കാരൻ ചെയ്യുന്നത്. ഇപ്പൊ കടക്കാരൻ പറയുന്നുണ്ട്, ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ടൗണിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാം, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്നെല്ലാം പറഞ്ഞ് കടക്കാരൻ എന്തായാലും അവളെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ലീൻ ഇപ്പോൾ വീണ്ടും നമ്മുടെ ബോഷനെ വിളിക്കാണ്. ഇത്തവണ എന്തായാലും ബോഷൻ ഫോൺ എടുത്തിട്ട്, സത്യമായിട്ടും നടന്ന ഒരു കാര്യത്തെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇനി മേലാൽ എന്നെ വിളിക്കരുതെന്നും പറഞ്ഞ് ബോഷൻ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഷന്റെ അമ്മയുണ്ടല്ലോ, ആ അമ്മ ഇപ്പോൾ ബോഷനോട് പറയും, നിന്റെ ഭാര്യയുടെ മെഡിക്കൽ റിപ്പോർട്ട് ടൗണിൽ നിന്ന് കിട്ടാണ്ട്, അതുകൊണ്ട് നാളെ തന്നെ നീ പോയിട്ട് അത് വാങ്ങിയിട്ട് വരണം എന്ന് പറയുന്നതും അടുത്ത ദിവസം തന്നെ നമ്മുടെ ബോഷൻ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവാണ്. അങ്ങനെ ടൗണിൽ പോകുമ്പോഴത്തേക്കാണ് ഈവൻ ഇതുപോലെ ഹാനിനെ ആ ഒരു ഷോപ്പിനടുത്ത് വെച്ച് കാണുന്നത്. കാരണം ഈ 2 ദിവസം നമ്മുടെ ഹാനും സാമും
ടൗണിൽ റൂം എടുത്ത് താമസിക്കുമായിരുന്നല്ലോ. അങ്ങനെയാണ് ഹാനിനെ കണ്ട അവൻ നിന്റെ വീട്ടിൽ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവളെ പിടിച്ചു വെച്ച് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവന്റെ മുഖത്ത് എങ്ങനെയാണ് ഈ ഒരു മുറിവ് വന്നതെന്നും ഇവൻ എങ്ങനെയാണ് ഹാനിനെ കണ്ടതെന്നും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഫ്യൂണറലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ടൗണിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു കടക്കാരൻ ടൗണിലേക്ക് പോയല്ലോ. ഇപ്പൊ ആ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവൻ അവന്റെ വാനും എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്നൊരുത്ത റോഡ് സൈഡിൽ നിന്ന് ലിഫ്റ്റ് ചോദിക്കുന്നു. അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ട്വിസ്റ്റ്. ആരാണെന്നറിയോ? ലീനിന്റെ മരിച്ചുപോയ ഭർത്താവ് ഉണ്ടല്ലോ, അവൻ ദേ ജീവനോടെ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇപ്പൊ അയാളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കടക്കാരന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കടക്കാരനകത്തേക്ക് കയറിയിട്ട് അവനാണെങ്കിൽ നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലൊരു വടി ഉണ്ടാവും. ഇപ്പൊ ആ വടിയെടുത്ത് വാനകത്തേക്ക് ഇട്ടിട്ട് അവൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കടക്കാരന്റെ മൈൻഡ് സെറ്റിൽ ഓടുന്നത് എന്താണെന്നറിയോ? ഇവൻ മരിച്ചുപോയി, ഇവന്റെ ഭാര്യയെ കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതേ ഇവൻ ജീവനോടെ വന്ന് നിൽക്കുന്നു. അപ്പൊ കടക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ ലീനിന്റെ വീട്ടിലെ ഫ്യൂണറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചടങ്ങുകളെല്ലാം നടക്കാറായി. ഇനി ഇവ സാധനം കൂടി കൊണ്ടു ചെന്നാൽ മതി. അങ്ങനെ കടക്കാരൻ കാർ ഓടിച്ചിട്ട് ഒരിടത്തേക്ക് വണ്ടി നിർത്തി. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് താഴെ നിന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന് ഉറങ്ങിയിരിക്കുന്ന ലീനിന്റെ ഭർത്താവിന്റെ തലക്കിടിച്ച് കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഈ സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പക്ഷെ എന്തു പറ്റിയെന്ന് അറിയത്തില്ല, ആ കടക്കാരനെ കൊണ്ട് അത് കഴിയുന്നില്ല. കല്ല് താഴെ ഇട്ടിട്ട് അവൻ വീണ്ടും വണ്ടിക്കകത്തേക്ക് കയറുമ്പോഴത്തേക്കും ലീനിന്റെ ഭർത്താവ് ചോദിക്കും, അല്ല നീ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്ന് മൂത്രം ഒഴിക്കാനായിട്ട് പോയതാണ് എന്ന് പറയുന്നതും, ഓ അങ്ങനെയാണല്ലേ, ശരി ഞാനും ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം, ഇവിടെ തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ലീനിന്റെ ഭർത്താവ് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടക്കാരനാണെങ്കിലോ എല്ലാം നഷ്ടപ്പെട്ടു പോയ അണ്ണാകുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് മൂത്രം ഒഴിക്കാനായിട്ട് പോയ ലീനിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അവൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നത് പോലെ ഇവൻ അതെടുത്ത് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ കാറിനെടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ഈ കടക്കാരനെ ലീനിന്റെ ഭർത്താവ് അലറി വിളിക്കുന്ന ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അവൻ മൂത്രം ഒഴിക്കാൻ പോയ ആ സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ലീനിന്റെ ഭർത്താവിനെ കാണാനില്ല. അതുമല്ല അവന്റെ ഡ്രസ്സാണെങ്കിലോ ആ പാറയുടെ അറ്റത്തായിട്ട് കുടുങ്ങിങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാള് താഴെ വീണ് മരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ കടക്കാരൻ എന്താ ചെയ്യുന്ന വെച്ചാല് അയാളുടെ ബാഗ് ഉണ്ടല്ലോ അത് മൊത്തത്തിലെടുത്ത് താഴേക്കൊരു ഒറ്റയേറ്. ഇപ്പൊ എന്തായാലും വിചാരിച്ച കാര്യം നടന്നു, അയാൾ എന്തായാലും മരിച്ചു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞിട്ട് നമ്മുടെ കടക്കാരൻ നേരെ തന്റെ കടയിലേക്കാണ് വരുന്നത്. രാത്രിയാകുമ്പോഴത്തേക്കും ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് കിളി പോയി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലീനിന്റെ വീട്ടിലേക്ക് ചെന്ന് അവൻ വാങ്ങിയ സാധനങ്ങളെല്ലാം അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും അവളുടെ വീട്ടിൽ ആ ഒരു ഫ്യൂണറൽ ചടങ്ങുണ്ടല്ലോ അത് നടക്കാണ്. അങ്ങനെ ഡെഡ് ബോഡി ഇപ്പോൾ അടക്കം ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ ഒരു ശവപ്പെട്ടി അവരെല്ലാവരും ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ ഡെഡ് ബോഡിയുടെ ആ ഒരു വെയിറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കും ഓക്കെ എന്തായാലും കത്തിക്കറിഞ്ഞ ശരീരമല്ലേ, അതുകൊണ്ട് ഇത്രയും വെയിറ്റ് കാണത്തുള്ളൂ. എന്നാൽ ആ ഡെഡ് ബോഡി പൊക്കിയെടുത്ത് അവർ 4 പേര് പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീനിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. അവൾ ഫോണെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ നിന്റെ ഭർത്താവിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുന്നതും ഇപ്പോൾ ലീൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ആ കടക്കാരനോട് പറയും, ഇതുപോലെ എൻ്റെ ഭർത്താവിനെ പറ്റി പോലീസുകാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോകണം, അതുകൊണ്ട് എന്തായാലും നാളെ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും, ഈ ഫ്യൂണറിൽ ഒരു ദിവസത്തേക്കൊന്ന് മാറ്റി വെക്ക്, ഈ ശവപ്പെട്ടി നേരെ തിരിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ വെക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലീൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കടക്കാരൻ ആ ശവപ്പെട്ടി കൊണ്ടുവന്ന് വീട്ടിലേക്ക് വെച്ച് അവൻ കാർ എടുത്തുകൊണ്ട് വരികയാണ്. കാരണം ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ രണ്ടുപേരും കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കടക്കാരൻ പറയും, ശരി നീ കാറിലിരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കടക്കാരൻ ആരോട് സംസാരിക്കാണ്ട് പോകുമ്പോൾ ലീൻ നേരെ കാറിനകത്തേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കാണ് ലീനിന്റെ ഭർത്താവ് ഈ കാറിലേക്ക് കയറുമ്പോഴത്തേക്ക് അവന്റെ വടിയുണ്ടല്ലോ അതെടുത്ത് കാറിനകത്ത് വെച്ചിരുന്നു. ഈ വടി താഴെ കിടക്കുന്ന കാര്യം അവൾ കണ്ടു. അപ്പോൾ തന്റെ ഭർത്താവിന്റെ ആ ഒരു വടി എങ്ങനെ ഇവന്റെ കാറിൽ വന്നു എന്നുള്ള രീതിയിൽ ലീൻ പാതിയെ കടക്കാരനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണ് തന്റെ ഭർത്താവിനെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് കടക്കാരൻ കാർ എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതുവരെ അവൾ ഒരു കാര്യം ചോദിക്കുന്നില്ല. അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ലീനിന്റെ ഭർത്താവിന്റെ ശരീരം ദേ ഇവിടെ കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് മരിച്ചു. ആ ഒരു മലയുടെ മുകളിൽ നിന്ന് അയാൾ താഴേക്ക് വീണ് മരണപ്പെട്ടു. അത് സത്യം തന്നെയാണ്. മലയുടെ താഴെ നിന്നാണ് ഇയാളുടെ ശരീരം കിട്ടിയത്. ബാഗെല്ലാം ഉണ്ടായിരുന്നു, അതിൽ ഫോണും ഉണ്ടായിരുന്നു. ആ ഫോണിൽ നിന്ന് നമ്പർ എടുത്താണ് നിങ്ങളെ വിളിച്ചത്. പിന്നെ ID കാർഡും കാര്യങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കേസ് കൂടുതൽ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെഡ് ബോഡി കൊണ്ട് ഇവിടുന്ന് പോകാൻ പറയുമ്പോൾ ലീൻ വേറെ കേസ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് പറയത്തില്ല. അവൾ പറയും ഡെഡ് ബോഡി തന്നാൽ മതി, ഞാൻ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ വണ്ടിക്കകത്തേക്ക് ആ ഒരു ബാഗും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നവരെയും ഈ കടക്കാരനോട് ഒരു കാര്യം ചോദിക്കത്തില്ല. ഇപ്പോൾ വീട്ടിലെത്തി അവൾ ആ ഒരു വാൻ തുറന്നിട്ട് അവളുടെ ആ ഒരു ബാഗും അതേപോലെ തന്നെ വണ്ടിക്കകത്ത് കിടക്കുന്ന വടിയും എടുത്ത് അവരോടൊന്നും മിണ്ടാതെ വീടിനകത്തേക്ക് കയറിപ്പോവാണ്. കാരണം വേറെ ഒന്നല്ല, ഇവൾക്ക് സത്യത്തിൽ അവളുടെ ഭർത്താവ് മരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ടാണ് കൂടുതൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനായിട്ട് അവൾ പോവാഞ്ഞത്. ഇതെല്ലാം കാണുന്ന കടക്കാരന്റെ റിയാക്ഷൻ എന്താണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചിട്ടും ഒരു കാര്യമില്ലാത്ത അവസ്ഥയായി പോയി.
മറ്റേ ഈ പോക്കിരി സിനിമയിൽ വടിവേലു എപ്പോഴും വേഷം മാറിയിട്ട് വിജയുടെ പുറകെ ഫോളോ ചെയ്യുമ്പോഴും അവൻ്റെ കൂട്ടുകാർ അവനെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് പറയുമല്ലോ, അതുപോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ കയ്യിലുള്ള ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ, അതെടുത്ത് നേരെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കും. എന്നിട്ട് പറയും, ഇന്നലെ എന്നെ പോലീസുകാർ ഇതുപോലെ വിളിച്ചിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ശരീരം അവർ വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചു. ഞാൻ ആ ശരീരം കൊണ്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു ശരീരം ഉണ്ടല്ലോ, അതൊരിക്കലും എൻ്റെ ഭർത്താവിൻ്റെതല്ല. അതുകൊണ്ട് ഈ ശവപ്പെട്ടി ഞാൻ ഇവിടെ വെക്കുകയാണെന്ന് പറയുന്നതും അവളോട് ഈ ഗ്രാമത്തലവൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിൻ്റെ ശരീരം ഇതാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല, ഒരുപക്ഷെ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ ID കാർഡ് മോഷ്ടിച്ചുകൊണ്ട് പോയതാണെങ്കിലോ എന്നുള്ളൊരു സംശയം ഇതിനു മുന്നേ ലീനിനോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ആ കാര്യം അവൾ പറഞ്ഞിട്ട് ശവപ്പെട്ടി അവിടെ വെച്ച് അവൾ അവിടെ നിന്ന് തിരിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് ബയ്യു എന്ന് പറഞ്ഞിട്ട് മരിച്ചവനുണ്ടല്ലോ, നമ്മുടെ ഹീറോ കൊന്ന അവൻ്റെ ചേട്ടൻ ഇപ്പോൾ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ ഈ ശവപ്പെട്ടിക്കുള്ള ശരീരം ആരുടേതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, എന്തായാലും ഞാനത് കൊണ്ടുപോവാം എന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനെന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് കാണിക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഈ 2 ദിവസത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗ്രാമത്തലവൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ ബയ്യു എന്ന് പറഞ്ഞ അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നിപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു സീനിൽ ലീനിനോട് രണ്ടുപേരും വന്നിട്ട് ബയ്യുവിൻ്റെ വീട്ട് അഡ്രസ്സ് ചോദിച്ചിട്ട് ഇങ്ങനെ പോയിരുന്നല്ലോ. അവർ രണ്ടുപേരും നേരെ ബയ്യുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവൻ്റെ ചേട്ടനെ വെളിയിലേക്ക് ഇറക്കി അയാളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ്. വേറെ ഒന്നല്ല, ബയ്യു ഇതുപോലെ ഗ്യാമ്പിളിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പണമെല്ലാം കടം വാങ്ങിയിട്ടുണ്ട്. അതിൽ 2 പേരാണ് ഇവർ. ഇതുപോലെ ബയ്യു ഒരുപാട് പണം ഇവർക്ക് കൊടുക്കാനുണ്ടെന്നും ആ പണമെല്ലാം തിരിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ബയ്യു ഇതുപോലെ ഗ്യാമ്പിളിംഗ് ചെയ്യുന്നതും ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതും എല്ലാ കാര്യങ്ങളും. അതുപോലെ മറ്റൊരു സീനിൽ നമ്മുടെ ബോഷനും അതേപോലെ തന്നെ ലീനും ഇവർ രണ്ടുപേരും രാത്രിയിൽ റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ലീൻ പറയുന്നുണ്ടല്ലോ അവളുടെ ഭർത്താവ് ഇതുപോലെ വീട്ടിലില്ല, മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, ഉടനെ തന്നെ തിരിച്ചു വരുമെന്നല്ല. ഇപ്പോൾ ലീനിന്റെ ഭർത്താവിനെ കാണിക്കുമ്പോൾ അവൻ മറ്റൊരു നാട്ടിലാണ്. അതേ നാട്ടിൽ തന്നെയാണ് ബയ്യു എന്ന് പറഞ്ഞ അവനും ഈ ഗ്യാമ്പിളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ലീനിന്റെ ഭർത്താവ് ഇവിടെയാണെങ്കിലും മറ്റൊരു പെണ്ണായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും തമ്മിലും ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും മരിച്ചുപോയ ഭർത്താവും ജീവനുള്ള ഭാര്യയും അവളുടെ കാമുകനും ആരും നല്ല ആൾക്കാരൊന്നുമല്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആരെയും നല്ലവരെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബയ്യു ഇപ്പോൾ ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലീനിന്റെ ഭർത്താവിനെ കാണുന്നു. അവനോടൊപ്പം വേറൊരു പെണ്ണുമുണ്ട്. ഇത് കാണുമ്പോൾ ലീനിന്റെ ഭർത്താവ് പെട്ടെന്ന് ബയ്യുവിനെ കണ്ടിട്ട്, ഹേയ് ബയ്യു, നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടിട്ട്, ശരി നീ ഇവിടെ നിന്ന് പോയിക്കോ, ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. കാരണം ബയ്യു എന്ന് പറഞ്ഞാൽ അവനെ പറ്റി നമുക്ക് എന്തായാലും അറിയാം. അവൻ എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ബയ്യു അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ലീനിന്റെ ഭർത്താവ് പറയുന്നുണ്ട്, ബാ ബയ്യു ബാ കഴിക്കുന്നു പറഞ്ഞിട്ട് അവനെ ആ ഒരു ടേബിളിലേക്ക് ഇരുത്തിയിട്ട്, നീ എന്ത് വേണമെങ്കിലും വാങ്ങി കഴിച്ചോ, അതിനുള്ള പണം ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം ഇയാൾക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇവൻ വീട്ടിൽ നീ ഈ കാര്യം പറയുമില്ല എന്നുള്ളത്. അതുപോലെ ലീനിന്റെ ഭർത്താവ് തന്റെ പേഴ്സ് എടുത്ത് അവർക്ക് പണം കൊടുക്കുമ്പോഴത്തേക്കും ഈ പേഴ്സിൽ നിറയെ പണം ഇരിക്കുന്ന കാര്യം ബയ്യു കാണുന്നുണ്ട്. അത് തന്നെ അവസരമെന്ന് പറഞ്ഞിട്ട് ലീനിന്റെ ഭർത്താവ് ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ബയ്യു അയാളെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. കാരണം ആ ഒരു പണം മോഷ്ടിക്കാൻ വേണ്ടി. അങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് നമ്മുടെ ലീനിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ആ പേഴ്സ് അടിച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടം. ഇപ്പൊ എങ്ങനെയാണ് ലീനിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആ ഒരു പേഴ്സ് ബയ്യുവിന്റെ കയ്യിലേക്ക് വന്നെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഗ്രാമത്തിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഗ്രാമത്തലവൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്യൂണറൽ നടന്നിരുന്നല്ലോ. ആ ഫ്യൂണറലെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇരുന്ന് മദ്യപിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രി തന്നെയാണ് ബയ്യുവിന്റെ മരണവും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ കാണിക്കുമ്പോൾ ബയ്യു ആ ഒരു പേഴ്സ് മോഷ്ടിച്ചിട്ട് ഈ ഗ്രാമത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് ആ ഒരു കാട് വഴിയെ നടന്നിങ്ങനെ വരികയാണ്. അങ്ങനെ അവൻ നടന്നു വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ നമ്മുടെ സാമും ഹാനും ഇവർ രണ്ടുപേരും കാടിനകത്ത് നിൽക്കുന്ന കാര്യം അവൻ കാണുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ഗ്രാമത്തലവൻ സാമിന്റെ അച്ഛൻ അവൻ തന്റെ ഫ്രണ്ട്സുമായിട്ട് തിരിച്ചു നടന്നു വരുമ്പോൾ അവരെ രണ്ടുപേരെ മുന്നിലേക്ക് പറഞ്ഞു വിട്ട് മൂത്രമൊടിക്കാന്ന് പറഞ്ഞ ഒരു മരത്തിനടുത്തേക്ക് മാറി നിൽക്കുമ്പോൾ കാടിനകത്ത് ഇതുപോലെ പിടിയും വലിയാവുന്ന കാര്യം കാണും. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അത് സാമും ഹാനും ആയിരുന്നു. നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ സാം അവനെ താഴേക്ക് തള്ളിയിടുമ്പോൾ അവൻ മരിച്ച് താഴേക്ക് വീഴുമല്ലോ. എന്നിട്ടാണ് അവർ രണ്ടുപേരും ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോകുന്നത്. ഈ കാര്യമെല്ലാം നമ്മുടെ ഗ്രാമത്തലവ് ഇവിടെ നിന്ന് കാണാണ്. എന്നിട്ട് ചുറ്റിനും നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ആരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കി നേരെ ബയ്യുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ അവിടെ മരിച്ചു കിടക്കാണ്. അതുപോലെ തന്റെ മകനാണ് ഈ കാര്യം ചെയ്തത്, ഇതെങ്ങനെയെങ്കിലും ഒളിപ്പിച്ചേ മതിയാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അങ്ങനെ അവന്റെ ശരീരം മറയ്ക്കാൻ വേണ്ടി ബയ്യുവിന്റെ ശരീരം അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകുമ്പോഴത്തേക്കാണ് അതുവഴിയെ ബോഷൻ ലീനിന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഈ ഒരു കാട് വഴിയെ നടന്നു വരുന്നതും അതുപോലെ കാടിനകത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ ഉള്ളിലേക്ക് നോക്കി നിൽക്കുമല്ലോ. സത്യത്തിൽ നമ്മുടെ ഗ്രാമത്തലവൻ ഇവന്റെ ശരീരം വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ശബ്ദമാണ് അവൻ കേട്ടത്. പക്ഷെ ഗ്രാമത്തലവനാണ് അവിടെ ഉള്ളതെന്നൊന്നും ബോഷൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബോഷൻ അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ബോഷൻ പോകുന്നതും നമ്മുടെ ഗ്രാമത്തലവൻ വീണ്ടും
ബയ്യുവിൻ്റെ അടുത്ത് ഈ വന്നവൻ്റെ ശരീരം പരിശോധിക്കുമ്പോൾ ഒരു ലൈറ്റർ കിട്ടും. അങ്ങനെ ആ ലൈറ്റർ എടുക്കുന്നതായിട്ടും നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവിടെ ആ കാടിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രാമത്തലവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണ് ആ കണ്ണാടി അപ്പൂവനുണ്ടല്ലോ അയാൾ നടന്നു വരുന്നത്. അങ്ങനെ അയാളെയും വിളിച്ചിട്ട് രാവിലെ തന്നെ നടക്കാൻ പോകാമെന്നും പറഞ്ഞ് ഈ കാടിനടുത്തൂടെ നടന്നു പോകുന്നതും കാടിനുള്ളിൽ ഇതുപോലെ തീ പിടിച്ചിരിക്കുന്നതായിട്ട് ഇവർ രണ്ടുപേരും കാണും. അതുപോലെ നമ്മുടെ ഗ്രാമത്തലവനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഇതാരെ ചെയ്തതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കണ്ണാടി അപ്പൂവൻ ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ബയ്യുവിൻ്റെ ശരീരം അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. അതുപോലെ മുഖം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. കാരണം ഇന്നലെ രാത്രി തന്നെ ഗ്രാമത്തലവൻ അവൻ്റെ മുഖം ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു വടി ഉപയോഗിച്ചിട്ട് അടിച്ച് ചതച്ചിരുന്നു. അതുകൊണ്ടാണ് മുഖം വ്യക്തമാവാത്തത്. എന്നിട്ട് ഈ കാര്യം വന്ന് ഗ്രാമത്തലവനോട് പറയുമ്പോൾ അയാൾ ഒന്നും അറിയാത്തതുപോലെ തന്നെ അഭിനയിച്ചിട്ട് ഇപ്പോൾ ഈ കാര്യം ഗ്രാമത്തിലുള്ള എല്ലാവരോടും പറയാം എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രാമത്തലവൻ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു കണ്ണാടിയപ്പൂവൻ തിരിച്ച് ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ ഡെഡ് ബോഡി ആരുടേതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, കാരണം മുഖമെല്ലാം ചതഞ്ഞു പോയിരുന്നു. ഇപ്പോൾ അത് ആരുടേതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. നമ്മുടെ ഗ്രാമത്തലവനെ കൂട്ടി നേരെ ആ ഒരു ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും ഇത് വേറെ ആരുടേതല്ല, ഹാൻ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റേതാണെന്ന് പറയുമ്പോൾ ഗ്രാമത്തലവനൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ഇത് ബയ്യുവിൻ്റെ ശരീരമല്ലേ, ഇതെങ്ങനെ ആ പെണ്ണിൻ്റേതാണെന്ന് ഇവർ പറയും എന്നുള്ളൊരു കുഴപ്പത്തിലാണ് ഗ്രാമത്തലവൻ നിൽക്കുന്നത്. അല്ല നീ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് അയാളോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് അല്ല ആ പെണ്ണിനെ 2 ദിവസമായിട്ട് ഇവിടെ കാണാനില്ല, അതുപോലെ അവളെ കൊല്ലുമെന്ന് ഭൂഷൺ ഭീഷണിപ്പെടുത്തിയിരുന്നു, അതുകൊണ്ടാണ് അവളുടെ ശരീരമാണെന്ന് ഞാൻ പറഞ്ഞത്. കൂടാതെ ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ കാടിനുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ഭൂഷന് അവളുടെ പിറകെ പോകുന്ന കാര്യം നമ്മുടെ കാടക്കാരൻ കണ്ടു, അതവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കാരണമാണ് ഇത് ആ പെണ്ണാണെന്നും അതേപോലെ തന്നെ ഭൂഷനാണ് ഇത് ചെയ്തതെന്നും ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തലവൻ ഇതുപോലെ ഭൂഷനെ വിളിച്ച് ചോദിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു കടക്കാരനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഭൂഷൺ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇരിക്കുന്നത്. അപ്പോൾ അവൻ പറയും ഇല്ല ഇന്നലെ രാത്രി ഞാൻ ലീനിനോടൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ലീനിനെ വിളിച്ച് ഒരു ചോദ്യം ചെയ്യുന്നു. ആ സീനെല്ലാം നമ്മൾ ഇതിനു മുന്നേ കാണുകയും ചെയ്തു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഈ ഒരു ബോഡി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ബോഡിയിൽ നിന്ന് ഒരു പേഴ്സും അതേപോലെ തന്നെ ലീനിൻ്റെ ഭർത്താവിൻ്റെ ID കാർഡും ആ പേഴ്സിൽ നിന്ന് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് ഇവൻ്റെ പോക്കറ്റിലെ ബയ്യുവിൻ്റെ പോക്കറ്റിൽ ആ ഒരു പേഴ്സും ID കാർഡെല്ലാം വന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവൻ ലീനിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആ പണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെയാണ് എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞത് ഇത് ലീനിൻ്റെ ഭർത്താവിൻ്റെതാണെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് എന്താണ് നടന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ഗ്രാമത്തലവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയാൾക്ക് ഒരു കുറ്റബോധം. കാരണം ഇത്രയും തെറ്റ് ചെയ്തിട്ടും തനിക്ക് എന്തിനാണ് ഇത്രയും മെഡലുകൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെഡലെല്ലാം എടുത്തൊരു തുണിയിലാക്കി പൊതിഞ്ഞ് അലമാരയ്ക്കകത്ത് വെക്കുകയാണ്. കാരണം ഇതെല്ലാം നേരിട്ട് കാണാനായിട്ട് അയാളെ കൊണ്ട് കഴിയുന്നില്ല. അതുമല്ല അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ലീനിൻ്റെ വീട്ടിലേക്ക് ഇവർ ആ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോഴും നമ്മുടെ ഗ്രാമത്തലവൻ പറയുന്നുണ്ട് ഇതൊരിക്കലും ലീനിൻ്റേതാവാൻ സാധ്യതയില്ല, കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ആ ഒരു പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും ഈ ഒരു ശരീരത്തിൽ അവൻ്റെ പേഴ്സും ID കാർഡ് എത്തിയത് എന്ന് ലീനിനോട് ഉറപ്പിച്ച് പറയാൻ കാരണവും നമ്മുടെ തലവനറിയാം ഇതൊരിക്കലും ലീനിൻ്റെ ഭർത്താവിൻ്റെ ശരീരമല്ലാന്നും ബായുവിൻ്റെ ശരീരമാണെന്നും. അതുകൊണ്ടാണ് അയാൾ അവളോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ കാര്യം പറഞ്ഞിട്ട് ഗ്രാമത്തലവൻ വെളിയിലേക്ക് വന്ന് എന്തായാലും ലീനിൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഗ്രാമത്തലവൻ ഇപ്പോൾ ഫോൺ എടുത്ത് ലീനിൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ്. കാരണം അയാൾക്ക് അയാളുടെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രാമത്തലവൻ വിളിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ലീനിൻ്റെ ഭർത്താവ് ആ കടക്കാരനോടൊപ്പം വണ്ടിയിൽ വന്നിട്ട് മൂത്രമൊഴിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നിട്ട് അയാൾ എഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ എഴുന്നേറ്റ് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇയാളുടെ കാല് തെറ്റി ആ ഒരു കുഴിയിൽ നിന്നും താഴേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഗ്രാമത്തലവൻ ഓക്കെ ഞാൻ എന്തായാലും നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട് ലീനിൻ്റെ കയ്യിൽ കൊടുത്ത് ദേ നിന്റെ ഭർത്താവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവളുടെ ചെവിയിൽ വെക്കുമ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടി പറയുന്നില്ല. കാരണം ആ സമയത്ത് തന്നെ അവളുടെ ഭർത്താവ് കുഴിയിൽ വീണ് മരിച്ചിരുന്നു. അപ്പോൾ ലീൻ പറയും അല്ല നിങ്ങളെന്താ ഈ പറയുന്നത്, ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല ഇപ്പോഴാണ് അവൻ എന്നോട് സംസാരിച്ചതെന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ലീനിൻ്റെ ഭർത്താവ് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രാമത്തലവൻ്റെ ഭാര്യ അയാളോട് പറയുന്നുണ്ട് അതെ മരിച്ചത് ആരോ ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, നിങ്ങളിതിൽ വെറുതെ തലയിടണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തലവൻ അത് കഴിയുന്നില്ല. അന്ന് രാത്രി തന്നെ ലീനിൻ്റെ വീട്ടിലേക്ക് അയാൾ പോവും. എന്നിട്ട് ആ ഒരു ശവപ്പെട്ടി ഇരിക്കുന്നുണ്ടല്ലോ ആ സ്ഥലത്തേക്കും ചെല്ലുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആചാരപ്രകാരം ഇവരുടെ നാട്ടിലൊരു വിശ്വാസമുണ്ട് മരിച്ചുപോയ ആളുടെ കുടുംബക്കാർ മാത്രമേ അവൻ്റെ ശരീരം അടക്കം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ മരിച്ചുപോയത് ബയ്യു, അവൻ്റെ ശരീരം അടക്കം ചെയ്യാൻ പോകുന്നതോ ലീൻ, അതൊരിക്കലും ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പാവമെങ്കിലും ഞാൻ ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ബയ്യുവിൻ്റെ ശരീരം
ആ ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തലവൻ എടുത്തോണ്ട് പോകുന്നു. അതും ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക്. ഇതുകൊണ്ടാണ് അടുത്ത ദിവസം ഇവർ ആ ഒരു ശവപ്പെട്ടി തൂക്കിയെടുത്തിട്ട് പോകുമ്പോഴത്തേക്കും അതിൽ ആ ഒരു ശരീരം ഉള്ളതായിട്ടുള്ള വെയിറ്റ് ഇല്ല എന്ന് പറയുമല്ലോ, അതിന് കാരണം ഇതാണ്. അതുമല്ല നമ്മുടെ ഗ്രാമത്തലവനാണെങ്കിലോ അവൻ്റെ ശരീരം നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ വീടിൻ്റെ ഒരു മുറിയിൽ ആ ഒരു ബോഡിയും കുഴിച്ചിട്ട് അതിന് മുകളിൽ സിമെൻ്റ് ഇട്ട് തേച്ചങ്ങ് വയ്ക്കും. ആ ടൈമിൽ ഗ്രാമത്തലവൻ്റെ ഭാര്യ അകത്തേക്ക് കയറി വന്നിട്ട്, അല്ല ഇത്ര പെട്ടെന്ന് ഫ്യൂണറലൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്രാമത്തലവൻ പറയും, ഇല്ല ഫ്യൂണറലൊന്നും കഴിഞ്ഞില്ല. അത് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ലീനിനെ പോലീസുകാരെ വിളിച്ചിട്ട് അവളെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫ്യൂണറൽ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത്, വെറുതെ അവിടെ നിന്ന് സമയം കളയണ്ടല്ലോ. അങ്ങനെ ഇത് കേട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ നേരെ റൂമിനകത്തേക്ക് കയറിപ്പോയിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കും, സാമിനെ. അതാണ് ഒരു സീനിൽ സാം ഹാനോടൊപ്പം ആ ഒരു റൂമിലിരിക്കുമ്പോഴത്തേക്ക് അവൻ്റെ അമ്മ വിളിക്കുമല്ലോ. അപ്പോൾ ഹീറോ ചോദിക്കുകയും ചെയ്യും, അച്ഛൻ എവിടെയെന്ന്. അപ്പോഴാണ് അവൻ്റെ അമ്മ പറയുന്നത്, ഇതുപോലെ നിൻ്റെ അച്ഛൻ നമ്മുടെ റൂം സിമെൻ്റ് ഇട്ട് പൂശിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുമല്ലോ. സത്യത്തിൽ ഇവിടെ സംഭവിച്ച കാര്യം ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീനിൻ്റെ ഭർത്താവിൻ്റെ ശരീരമല്ല ഇതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവള് അത് നേരെ നമ്മുടെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ബൈ എന്ന് പറഞ്ഞിട്ട് മരിച്ച അവൻ്റെ ചേട്ടത്തി എന്ന് വെച്ചാൽ അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അവൾ ഈ ഒരു വഴിയെ വന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നേരെ അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ പണം ചോദിച്ചു വന്നല്ലോ രണ്ടുപേര്. അവരിപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് വീടിനകത്ത് കയറി എല്ലാ സാധനങ്ങളും വെളിയിലേക്ക് പറക്കിയിട്ടിട്ട് ബയ്യൂൻ്റെ ചേട്ടനെ ഭീഷണിപ്പെടുത്താണ്, 2 ദിവസത്തിനുള്ളിൽ നീ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട് ഞാൻ കത്തിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ബയ്യൂൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവളുടെ ഭർത്താവിനോട് പറയുന്നത്, ദേ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത്, ആ കത്തിക്കാരഞ്ഞ അവസ്ഥയിൽ കിട്ടിയ ശരീരമല്ലേ അതൊരിക്കലും ലീനിൻ്റെ ഭർത്താവിൻ്റെതല്ല, അതേപോലെ തന്നെ അത് ആരുടെ ശരീരമാണെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ നേരെ ചെന്നിട്ട് ആ ശരീരം ഇവിടേക്ക് വാങ്ങിക്കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് പറയാം അത് ബയ്യൂൻ്റേതാണെന്ന്. എന്നിട്ട് ബയ്യു മരിച്ചെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ കടക്കാരൊരിക്കലും ഇവിടേക്ക് വരത്തില്ല, അതേ ഉള്ളൂ വഴി, വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കിയ ബയ്യൂൻ്റെ ചേട്ടൻ നേരെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, ഇതുപോലെ ഈ ശവപ്പെട്ടിക്കുള്ളിലുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഈ ശരീരം ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഇയാൾ ചോദിക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്നായിരുന്നു നമുക്കറിയേണ്ടത്. ഇതാണ് അതിനുള്ള കാരണം. അതുപോലെ നമ്മുടെ ഗ്രാമത്തലവനാണെങ്കിലോ എന്തായാലും പ്രശ്നമെല്ലാം കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഓക്കെ നീ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശവപ്പെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുന്നത്. സത്യത്തിൽ ഗ്രാമത്തലവൻ അറിയാം ഇത് ബയ്യൂൻ്റെ ശരീരമാണെന്നും അവൻ്റെ ചേട്ടൻ തന്നെയാണ് വന്ന് ശവപ്പെട്ടി വാങ്ങിക്കൊണ്ട് പോകുന്നതെന്നും. പക്ഷേ ശരീരം അതിനകത്തില്ല. അത് നമ്മുടെ ഗ്രാമത്തലവൻ അവൻ്റെ റൂമിനകത്ത് വെച്ച് കുഴിച്ചു മൂടി സിമെൻ്റ് ഇട്ട് അടയ്ക്കുകയും ചെയ്തു. അതേസമയം ബയ്യൂൻ്റെ ചേട്ടനാണെങ്കിലോ ആ ശവപ്പെട്ടി കൊണ്ടുപോയിട്ട് ഇതുപോലെ തൻ്റെ സഹോദരനാണ് മരണപ്പെട്ടത്, ബയ്യു ആണ് മരിച്ചത് എന്നും പറഞ്ഞ് ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ശവപ്പെട്ടിയും കൊണ്ട് ഗ്രാമം മുഴുവനായിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഹാനിനെയും കൊണ്ട് തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവളെ ഒരിടത്ത് ഇറക്കി വിട്ടിട്ട് അവൻ കുറച്ച് മുന്നേ പോകുമ്പോഴത്തേക്കും ഈ ഒരു ശവപ്പെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇതാരുടെ ശരീരമാണെന്ന് അവൻ അറിയാത്തതുപോലെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് ബയ്യൂൻ്റെ ശരീരമാണെന്ന് അവർ പറയുമല്ലോ. അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ബയ്യൂനെ കൊന്ന ആ സ്ഥലത്തേക്കാണ്. കാരണം അവൻ്റെ അച്ഛൻ്റെ ആ ഒരു മെഡൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു മെഡൽ അവന് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമത്തലവൻ ബയ്യൂൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനോട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവർ ആ ഒരു ശവപ്പെട്ടി കൊണ്ടുപോയിട്ട് അത് കുഴിച്ചു മൂടാതെ വെളിയിൽ വെച്ചിട്ട് വരും. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബയ്യൂൻ്റെ ചേട്ടൻ പറയും, അതിനിത് ആരുടെ ശരീരമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അതുമല്ല വിശ്വാസപ്രകാരം ആ മരിച്ച ആളുടെ കുടുംബമല്ലേ ചടങ്ങെല്ലാം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത് എന്നാണ് ബയ്യൂൻ്റെ ചേട്ടൻ പറയുന്നത്. സത്യത്തിൽ ബയ്യൂൻ്റെ ചേട്ടൻ അറിയത്തില്ലല്ലോ മരിച്ചത് ബയ്യു ആണെന്ന്, അവൻ വേറെ ആരുടെയോ ശരീരമാണ്. അതുപോലെ ഈ ഒരു കടം കൊടുത്തവർ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ സഹോദരൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു ബോഡി വാങ്ങിയത്. അങ്ങനെ ഈ ദേഷ്യത്തിൽ നമ്മുടെ ഗ്രാമത്തലവൻ നിനക്കൊക്കെ അത് തന്നത് വെറുതെ ആണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ശവപ്പെട്ടി ഒരു മലയുടെ മുകളിലേക്കാണ് ഇവർ കൊണ്ടുവച്ചിട്ടുള്ളത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഇപ്പം അതിന് മുകളിലേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹീറോ സാമു നിൽക്കുന്നുണ്ട്. ഇപ്പം അച്ഛൻ മോൻ്റെ മുഖം നോക്കുന്നു, മോനാണെങ്കിൽ അച്ഛൻ്റെ മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്ന ആ കാര്യം കുറേ ദൂരെ നിന്ന് ഹാന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ നോക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ കയ്യിൽ സാമിൻ്റെ അച്ഛൻ്റെ ആ ഒരു മെഡലുണ്ടല്ലോ അത് അവളുടെ കയ്യിലിരിക്കുന്നു. സത്യത്തിൽ ആ ഒരു മെഡൽ എടുത്തു വെച്ചത് തന്നെ അവളായിരുന്നു. എന്നിട്ട് അത് തൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞതുമില്ല. സത്യത്തിൽ ഇവള് റൂമിൽ ആ ഒരു സെൽഫോൺ നോക്കുന്ന സമയത്താണ് കട്ടിൽ നിന്നും ഈ മെഡൽ കിട്ടിയത്. എന്നിട്ട് അവൾ ആ മെഡൽ താഴെ വെച്ചിട്ട് 2-3 കല്ലെടുത്ത് അതിന് മുകളിലേക്ക് വെച്ച് മറക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവൾ ഒന്നും അറിയത്തതുപോലെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗ്രാമത്തലവനും
ഹീറോ ഉണ്ടല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഈ ശവപ്പെട്ടി ഇവിടെ ഇരിക്കുന്നിടത്തോളം രണ്ടുപേർക്കും കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാമിനെ പോലീസിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോവാണ്. ഇപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുന്നേ എന്താണ് സംഭവിച്ചതെന്ന്. ഹാൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ ഒരു സുഹൃത്ത് അവളെ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് പറയും, ഇതുപോലെ നിന്റെ ബോയ് ഫ്രണ്ട് സാമില്ലേ, അവനെ ഞാൻ പട്ടണത്തിൽ വെച്ച് കണ്ടു. അതുപോലെ അവൻ നല്ല ജോലി എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ തന്നെ അവൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെ വിട്ടിട്ട് അവൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവനെ നീ പിടിച്ചു വെച്ചോ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്ന് ഹാനിനോട് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ തൻ്റെ ബോയ് ഫ്രണ്ടിനെ വിടാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവള് കള്ളം പറയുന്നതാണ് അവള് പ്രഗ്നന്റ് ആയെന്ന്. അപ്പോൾ അതറിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ സിറ്റിയിൽ നിന്ന് നേരെ ഇവരുടെ ഗ്രാമത്തിലേക്ക് വരുന്നതും പിന്നീട് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാലോ, അതെല്ലാം സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ഇതുപോലെ നല്ലൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.